ഹായ് ഹലോ അച്ഛമ്മാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് സുഖമാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും രാവിലെ എണീറ്റു, മുറ്റത്ത് തലേ ദിവസം ഉണ്ടായിരുന്ന പൂവൊക്കെ വാരിക്കളഞ്ഞ് മുറ്റമൊക്കെ തൂത്തതിന് ശേഷം മുറ്റത്ത് വെള്ളം തെളിച്ച് പൂ ഇറുക്കാൻ തുടങ്ങി. ഇന്ന് ജമന്തിയും മഞ്ഞ ജമന്തിയും ഓറഞ്ച് ജമന്തിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ തുളസി ഉണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ജമന്തിയും അതേപോലെ തന്നെ വയലറ്റ് കളർ ജമന്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്തം തുടങ്ങിയിട്ട് ഇന്നേക്ക് 6-ാം ദിവസമായി തൃക്കേട്ട ദിനം. തൃക്കേട്ട ദിനത്തിൽ പ്രധാനമായും എടുക്കുന്ന പൂ ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തിയോടൊപ്പം തന്നെ തുമ്പ, തുളസി, മുക്കുറ്റി, തെച്ചി, മന്ദാരം, പിന്നെ ശംഖുപുഷ്പം, ജമന്തി എന്നീ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. തൃക്കേട്ട ദിനത്തിൽ പൂക്കളത്തിൻ്റെ മധ്യഭാഗം, അതായത് സെൻറ്റർ കൂടുതൽ ഭംഗിയാക്കാറുണ്ട്. സെൻറ്റർ ഭംഗിയാക്കിയതിന് ശേഷം 6 ലെയേഴ്സ് ഇട്ട് പൂക്കളത്തിന് കൂടുതൽ ഭംഗി കൊടുക്കാറുണ്ട്. തൃക്കേട്ട ദിനം തൊട്ട് തന്നെ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങും. സ്കൂളുകളിലും അതേപോലെ തന്നെ ക്ലബ്ബുകളിലൊക്കെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങും. പിന്നെ ദൂരോട്ടുള്ള ബന്ധുക്കളൊക്കെ തൃക്കേട്ട ദിനം ആകുമ്പോഴത്തേനും റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ പോയി ഓണാഘോഷിക്കാനൊക്കെ ഉള്ള ഒരുക്കമൊക്കെ തുടങ്ങും. എൻ്റെ വീഡിയോസ് ഇഷ്ടമായ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ കൊള്ളാം അല്ലേ?